നമസ്കാരം. ഈ ഡിസ്ട്രിക്റ്റിലേക്ക് സ്വാഗതം. റവന്യൂ വകുപ്പിന്റെ 25 തരം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുവാൻ കേരള സ്റ്റേറ്റ് IT മിഷൻ തയ്യാറാക്കിയിരിക്കുന്ന വെബ് പോർട്ടലാണ് ഈ ഡിസ്ട്രിക്ട്. ഈ ഡിസ്ട്രിക്ട് വഴി വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകും. അതിനായി ഒരു പോർട്ടൽ യൂസർ നിർമ്മിച്ച് അതിലൂടെ പ്രൊഫൈൽ തയ്യാറാക്കണം. ആദ്യം വെബ് ബ്രൗസറിൽ e-district.kerala.gov.in എന്ന വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ പ്രവേശിക്കുക. രജിസ്റ്റർ ചെയ്യുന്നതിനായി ഈ കാണുന്ന ന്യൂ പോർട്ടൽ ക്രിയേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി പോർട്ടൽ യൂസർ നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ നൽകുക. പേരും ജനന തീയതിയും ആധാറിലേതുപോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. തുടർന്ന് ഈ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയുള്ള യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ID തന്നെയായിരിക്കും യൂസർ നെയിം. വിവരങ്ങൾ കൊടുത്ത ശേഷം വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നൽകിയ വിവരങ്ങൾ ആധാറിലേതുപോലെ തന്നെയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഒരു സന്ദേശം ലഭിക്കും. വിവരങ്ങൾ പോർട്ടൽ യൂസർ നിർമ്മിക്കുന്ന വ്യക്തിയുടേത് തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ആധാർ നമ്പർ നൽകുന്നത്. വാലിഡേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും OTP വരും. അത് കൊടുത്ത ശേഷം കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസർ നിർമ്മാണം പൂർത്തിയായി എന്ന സന്ദേശം കാണിക്കും. ഇനി ഫോർ ലോഗിൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമായി ഇമെയിൽ IDയും മുൻപ് നൽകിയ പാസ്വേഡും രേഖപ്പെടുത്തിയ ശേഷം ഈ അക്കങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണം. ഇനി ഏത് ഭാഷയിൽ തുടർന്നുള്ള നടപടികൾ വേണമെന്നത് ഇവിടെ തിരഞ്ഞെടുത്ത് ലോഗിൻ കൊടുക്കുക. യൂസർ പേജിലെത്തിയാൽ ഇടതുവശത്ത് മെനു ഉണ്ടാകും. അവിടെ വൺ ടൈം രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുവാനും പിശകുള്ള അപേക്ഷ തിരുത്തി അയക്കുവാനും മുൻപ് നടത്തിയ ഇടപാടുകൾ നോക്കുവാനുമുള്ള സൗകര്യമുണ്ടാകും. വൺ ടൈം രജിസ്ട്രേഷനിൽ മൗസ് വെക്കുമ്പോൾ തന്നെ ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോം ദൃശ്യമാകും. അവിടെ പേരും മറ്റു വിവരങ്ങളും നൽകണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ കാണുന്ന കോളങ്ങൾ ഫില്ല് ചെയ്ത ശേഷം ഇത് തന്നെയാണ് സ്ഥിര മേൽവിലാസമെങ്കിൽ സെയിം ആസ് ഫോർ എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. തുടർന്ന് ഈ കാണുന്ന വ്യക്തിഗത വിവരങ്ങളും പൂരിപ്പിക്കുക. അച്ഛന്റെയോ അമ്മയുടെയോ വിവരങ്ങൾ നിർബന്ധമായും നൽകണം. തുടർന്ന് ഇമെയിൽ ID, ഫോൺ നമ്പർ, ആധാർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ തുടങ്ങിയവ നൽകണം. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത് വിജയകരമായാൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ യൂസർ നിർമ്മാണവും ഒറ്റത്തവണ രജിസ്ട്രേഷനും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾ ഇനി മുതൽ ഉപയോഗിച്ചു തുടങ്ങാവുന്നതാണ്.